ഒന്നും ഒരു കാര്യവും നടക്കത്തില്ല എന്ന് പറഞ്ഞ ആദരങ്ങളിലൂടെ തന്നെ യേശു അവരിൽ വൻ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് പറയിക്കും. ആ നിലയിൽ ദൈവത്തിൻ്റെ ദൂത്, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം, 126 സങ്കീർത്തനം 2 വാക്യം, അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെടുന്ന ദൂത്. ദൈവത്തിൻ്റെ പൈതലേ, ഒരു കാര്യത്തിനും തീർപ്പില്ല, ഒരു കാര്യത്തിനും സമാപ്തിയില്ല, ഒരു കാര്യവും ജീവിതത്തിൽ നടക്കുന്നില്ല. ഇപ്രകാരം അവസ്ഥയിൽ ആയിരിക്കുന്ന ദൈവമക്കളോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആഴമായ ദൂത് നടക്കാൻ പോകുന്ന കാര്യം വൻ കാര്യമായിരിക്കും. ആ നിലയിലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കർത്താവ് വെളിപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ വചനം വളരെ ശ്രദ്ധേയമായി വ്യക്തമായി പറയുന്നു. ജാതികളുടെ ഇടയിൽ പറയുക, യഹോവ അവരിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് ദൂത് ഏറ്റെടുത്തോ. നടക്കത്തില്ല എന്ന് പറഞ്ഞവർ അവരുടെ അധരങ്ങൾ കൊണ്ട് തന്നെ ദൈവം ഈ ദിവസങ്ങളിൽ പറയിക്കും. അവരുടെ ജീവിതത്തിൽ യേശു കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ആ തലത്തിൽ ഒരു ദൈവിക ഇടപെടൽ കുടുംബത്തിൽ അതിശക്തമായി ഇതാ വെളിപ്പെടുത്താൻ പോകുന്നു. നമ്മളും പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, ഇനി ആ കാര്യം നടക്കത്തില്ല. അപ്രകാരം അവിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മുടെ അധരത്തിൽ നിന്ന് തന്നെ പുറപ്പെടുവിച്ചിട്ടില്ലേ. ദൈവത്തിൻ്റെ പൈതലേ, അതൊക്കെ തിരുത്തുന്ന ഒരു സമയമായിരിക്കുന്നു. ഇന്ന് കാര്യങ്ങൾ നടക്കാത്ത നിമിത്തമുള്ള, ആ ജോലി ലഭിക്കാത്ത നിമിത്തമുള്ള മുഖം വാടിയിരിക്കുന്ന, സങ്കടത്തിൻ്റെ ഹൃദയമായി, വേദനയുടെ ഹൃദയമായിരിക്കുന്ന ജീവിതങ്ങളോടുള്ള ദൂത. അവിടെ നടക്കാൻ പോകുന്ന കാര്യം വൻ കാര്യവ. പലരും ചോദിക്കുന്നില്ലേ, ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ, വിദ്യാഭ്യാസ മേഖലയ്ക്ക് ചെല്ലുമ്പോൾ, ആയിരിക്കും സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്നു, എന്താ മുഖം വാടിയിരിക്കുന്നത്, എന്താ ഇത്ര സങ്കടം, എന്താ ഇത്ര വിഷയത്തിൽ ആയിരിക്കുന്നത്? ഇപ്രകാരം ചോദ്യങ്ങൾ കേൾക്കുന്നവരില്ലേ. നെഹമ്യാ ഒരു കാലത്ത് ഇപ്രകാരം രാജാവ് നെഹമ്യാവിനോട് ചോദിച്ചു, നിൻ്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ പൈതലേ, ഇതല്ലേ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന അവസ്ഥ? പലരും ചോദിക്കുന്നില്ലേ, എന്താ ഇങ്ങനെ മുഖം വാടിയിരിക്കുന്നത്, എന്താ ഇത്ര വിഷമം മുഖത്ത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ കുടുംബങ്ങളെ നോക്കി, ആ വ്യക്തി ജീവിതങ്ങളെ നോക്കി ദൂത് വെളിപ്പെടുത്തുക. കർത്താവ് വൻ കാര്യം ചെയ്യും, യേശു വൻ കാര്യം ചെയ്യും. ആ നിലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോവുക. അമ്മേ, അതിൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നു, യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. വചനം വ്യക്തമാക്കുന്നു, യഹോവ ഞങ്ങളിൽ വൻ കാര്യം ചെയ്തിരിക്കുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ ദൈവം വൻ കാര്യം ചെയ്തു. കാനാവിലെ കല്യാണ വീട്ടിൽ ദൈവം വൻ കാര്യം ചെയ്തു. ബർത്തിമായ്ക്ക് വേണ്ടി ചെയ്തു. ഒരുപാട് അത്ഭുതങ്ങൾ യേശു കർത്താവ് തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളിലേക്ക് ആഴമായി വെളിപ്പെടുത്തുന്ന ദൂത് ഇതാ ഈ വാക്യത്തിൽ പറയുന്നു, ഞങ്ങളിൽ വൻ കാര്യം ചെയ്തിരിക്കുന്നു, ഞങ്ങളിൽ ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ഇസ്രായേൽ ജനത്തിന് ചെയ്തു. വചനം പറയുന്നു, പല ഭക്തന്മാർ പ്രാർത്ഥിച്ചു, അവർക്ക് വേണ്ടി എല്ലാം ദൈവം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഞങ്ങളിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറയിൽ, എൻ്റെ ജീവിതത്തിൽ ദൈവം വൻ കാര്യം ചെയ്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന നിലയിൽ, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കും. ആ നിലയിലുള്ള ഒരു ദൈവിക ഇടപെടൽ ഈ ദിവസങ്ങളിൽ ഇതാ സംഭവിക്കാൻ പോവുക. അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുക. ദൈവത്തിൻ്റെ പൈതലേ, ദൂതാഴമായി വിശ്വസിച്ച് ഏറ്റെടുത്തു. മുഖം വാടിയും സങ്കടപ്പെട്ടിരിക്കുന്ന ആ മുഖത്തിൻ്റെ അനുഭവം മാറി വ്യക്തിജീവിതങ്ങൾ ചോദിക്കുമ്പോൾ എന്താ ഇത്ര സന്തോഷം? അവിടെ കൺമുമ്പിൽ വെളിപ്പെടുത്തുന്ന നിലവാരത്തിൽ ദൈവത്തിൻ്റെ, യേശു കർത്താവിൻ്റെ വൻ പദ്ധതികൾ വൻ കാര്യമാക്കി ദൈവം
ആ വിഷയങ്ങളിന്മേൽ ദൈവത്തിൻ്റെ കരം ചാഞ്ഞിറങ്ങാൻ പോകുന്നു. ആദരങ്ങൾ കൊണ്ട് പറയിക്കാൻ പോവുക, യേശു വൻകാര്യം ചെയ്തിരിക്കുന്നു, യേശു ഞങ്ങളിൽ വൻകാര്യം ചെയ്തിരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്താൻ പോവുക. അതിനുള്ള സമയമായിരിക്കുക, അതിനുള്ള കാലഘട്ടത്തിൻ്റെ ആ ഒരു അനുഭവത്തിലാണ് ദൈവം നിർത്തിയിരിക്കുന്നത്. ദൂതേറ്റെടുക്കട്ടെ. കർത്താവ് സഹായിക്കും. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച അങ്ങയുടെ ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവരുടെ അവസ്ഥയെ സാഹചര്യങ്ങളുടെ മേൽ കർത്താവെ വൻകാര്യങ്ങൾ ചെയ്തു എന്ന് പറയത്തക്ക നിലയിൽ, യേശു ചെയ്ത എന്ന് പറയത്തക്ക നിലയിൽ ഒരു സാക്ഷ്യമുയരുവാൻ ഇടയാകാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.